എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. ആരെങ്കിലും കൂട്ടുകാര് ആദ്യമായിട്ടാണ് എന്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ്. ചന്ദ്രമതിയെ എങ്ങനെയെങ്കിലും തന്റെ വരുതിക്കുള്ളിലാക്കണം. അങ്ങനെ ചന്ദ്രമതിയെ കൊണ്ട് തന്നെ ഈ ഒരു ആലോചന അങ്ങ് പ്രൊസീഡ് ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ ശ്രുതിയുടെ ഏക ഉദ്ദേശം. അപ്പൊ കൂട്ടുകാരിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും കൂട്ടുകാരിയാണെങ്കിലോ, എടി നീ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ പ്ലാനൊക്കെ വർക്കൗട്ട് ആകുമോ? എടി ഞാനൊരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും എന്റെ അച്ഛനും അമ്മയും ഒക്കെ അത്യാവശ്യം കാശുള്ള ആൾക്കാരാണെന്നുള്ള രീതിയിലാണല്ലോ ഭാമ മേഡം ഉൾപ്പെടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരായിട്ട് തന്നെ എന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ആലോചിക്കുമെന്നുള്ള കാര്യമൊക്കെ ഇവളിങ്ങനെ സംസാരിക്കുക. അപ്പൊ കൂട്ടുകാരിയും പറയുന്നുണ്ട്, ദൈവമേ എന്നാണാവോ നിന്റെ ഈ കള്ളത്തിലൊക്കെ പൊളിയാൻ പോകുന്നത്. എന്തായാലും പറ്റിയാല് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോട്ടോ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരി ഇങ്ങനെ നമ്മുടെ ശ്രുതിയെ എൻകറേജ് ചെയ്യുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ സച്ചിയാണെങ്കിൽ പണയം വെക്കുന്ന സ്ഥലത്ത് നിന്നും അവിടെ വന്ന ഒരു കസ്റ്റമറെ പിണക്കിയാണ് അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അപ്പൊ മാലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് സച്ചി നേരെ പോകുന്നത് രേവതിയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പം എങ്ങനെയെങ്കിലും ലക്ഷ്മിയമ്മയുടെ കയ്യിൽ മാല തിരികെ ഏൽപ്പിക്കണം. ഈ ഒരു ഉദ്ദേശമാണ് നമ്മുടെ സച്ചിക്കുള്ളത്. സച്ചി ചെല്ലുന്ന പാടെ തന്നെ വീട്ടിലുണ്ടായിരുന്നത് ലക്ഷ്മിയമ്മയും ദേവവും ശരത്തും ഒക്കെയാണ് കേട്ടോ. അപ്പം രേവതി അതിനു മുന്നേ വീട്ടിൽ വന്നത് കൊണ്ട് തന്നെ മകളും മരുമകനും തമ്മിൽ പിണക്കത്തിലാണെന്നും മാല പണയം വെച്ചതാണ് വിഷയം എന്നുള്ളതും ഒക്കെ ലക്ഷ്മിയമ്മയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാലോ. അപ്പൊ അമ്മയാണെങ്കിൽ സച്ചി വീട്ടിലേക്ക് കയറാൻ മടിച്ചു നിൽക്കുമ്പോഴത്തേക്കിനും, മോനെ സച്ചി നീ എന്താ വരാത്തത്? നീ അകത്തോട്ട് കയറ്. ഇല്ലമ്മേ, എനിക്കിനി ഇരിക്കാനൊന്നും സമയമില്ല. അമ്മയ്ക്ക് അറിയാവോ, നടു റോട്ടിൽ വെച്ചാണ് അവൾ എന്നെ അപമാനിച്ചത്. അതും ഈ ഒരു മാലയുടെ പേരിൽ. ഇത് നിങ്ങൾ എനിക്ക് സമ്മാനിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ഇത് കയ്യിൽ വെക്കാനുള്ള അവകാശമൊന്നും എനിക്കില്ല. രേവതി പറയാവുന്നതിന്റെ മാക്സിമം തന്നെ എന്നെ പറഞ്ഞു. ഇത് വിറ്റ് ഞാൻ കള്ളു കുടിച്ചെന്ന് വരെ അവള് പറഞ്ഞുണ്ടാക്കി. പക്ഷെ സത്യം എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഈ മാല സൂക്ഷിക്കാനുള്ള അവകാശമൊന്നും എനിക്കില്ല. ഇത് ഞാൻ നിങ്ങളെ തിരികെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് സച്ചി മാല എടുത്ത് നമ്മുടെ ദേവുവിന്റെ കയ്യിലേക്ക് വെക്കുക. അപ്പൊ ദേവു ആണെങ്കിലോ മാല വാങ്ങാനായിട്ടൊക്കെ ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോഴത്തേക്കിനും, ദേവു നിന്റെ കൈ നീട്ട്, ഞാൻ ഈ മാല അങ്ങ് തരികാന്നും പറഞ്ഞ് സച്ചി ദേവുവിന്റെ കയ്യിലേക്ക് മാല വെച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോനെ അമ്മ പറയുന്നത് നീ ഒന്ന് കേക്ക്. അവളുടെ ഒരു വിവരമില്ലായ്മ കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും ഒക്കെ സംഭവിച്ചതാണ്. ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാന്നൊക്കെ സച്ചിയോട് പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയാണ്, എന്റെ അമ്മ ഇനി എന്ത് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും ഒരു പ്രയോജനവും ഇല്ല. അവളുടെ സ്വഭാവം ഇനി മാറാനൊന്നും പോകുന്നില്ല. അവൾ ഇതുപോലെ തന്നെയാണ് പല സമയത്തും. ഒരു പ്രാവശ്യം തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവളോട് കാര്യങ്ങളൊന്നും പറയണ്ട. എനിക്ക് നിങ്ങൾ സ്നേഹത്തോടു കൂടി തന്ന സമ്മാനം ഞാൻ തിരികെ ഏൽപ്പിക്കുകയാണെന്നും പറഞ്ഞ് മറ്റൊന്നും മറുത്ത് പറയാതെ സച്ചി ഞാൻ പോവാണെന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുക. അപ്പൊ ലക്ഷ്മിയമ്മയ്ക്ക് വലിയ ദേഷ്യവും നമ്മുടെ രേവതിയോട് നല്ല ദേഷ്യമായിട്ട് വരിക കേട്ടോ. ഇവള് കാരണമാണല്ലോ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ടായത്. ഭർത്താവ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാല എടുത്ത് പണയം വെച്ചു എന്ന് വിചാരിച്ചില്ലല്ലോ. അപ്പം ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ട്. പുള്ളിക്കാരി അവിടെ എങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് അശോകന്റെ അടുത്ത് നിന്നും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ രേവതി ആണെങ്കിൽ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ചെന്ന പാടെ തന്നെ നമ്മുടെ രവി അങ്ങനെ ഉമ്മകത്തിരിക്കുകയാണ്. അപ്പൊ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഇന്നൊരു സംഭവം ഉണ്ടായി. എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും, അച്ഛൻ ഞാൻ മാർക്കറ്റിൽ പോകുന്ന വഴി അച്ഛന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അശോകനങ്കിള്, അങ്കിളിനെ ഞാൻ കണ്ടായിരുന്നു. ആഹാ, ഞാനും അവനെ കണ്ടായിരുന്നു. എന്നിട്ട് അവന് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അങ്കിള് ഞാനും സച്ചിയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചായിരുന്നു. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞെന്ന് പറയാ. അപ്പം രേവതി ഇങ്ങനെ മടിച്ച് പറയുന്നത് കാണുമ്പോഴത്തേക്കിനും സച്ചി അറിയരുതെന്നാണല്ലോ അശോകൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവള് മടിച്ച് പറയുമ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ ചോദിക്കാണ്, അല്ല മോളെ എന്തായാലും നിനക്ക് അച്ഛനോട് പറയാലോ, എന്താ കാര്യം എന്ന് ചോദിക്കുക. ഉടനെ തന്നെ ഇവള് പറയുന്നുണ്ട്, അച്ഛാ സച്ചിയെ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. പുള്ളിക്കാരൻ മാല പണയം വെച്ച് വെള്ളം അടിക്കൊന്നും അല്ല ചെയ്തത്. അത് ആ മാല പണയം വെച്ച് പിന്നെ അശോകൻ അങ്കിളിന്റെ വൈഫിന്റെ ചികിത്സയ്ക്ക് വേണ്ടി, ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തത് എന്നുള്ള കാര്യം അശോകൻ അങ്കിൾ പറഞ്ഞു എന്നും അത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചിക്ക് വലിയ വിഷമാകുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് അശോകൻ അങ്കിൾ അച്ഛനെ ഇന്ന് കണ്ട സമയത്ത് പോലും സത്യങ്ങൾ പറയാതെ
കാര്യങ്ങൾ രേവതി പറയുന്ന സമയത്ത് അച്ഛന് വലിയ വിഷമമൊക്കെ ആയി കേട്ടോ. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, മോളെ നിന്നോട് അച്ഛൻ അന്നേരെ പറഞ്ഞതല്ലേ, ഒരിക്കലും സച്ചി അങ്ങനെയുള്ളൊരു ആളെ അല്ല, അവൻ അങ്ങനെയൊന്നും വെള്ളമൊന്നും അടിക്കില്ല. അതും മോളുടെ അമ്മ ഒരുപാട് സ്നേഹത്തോടു കൂടിയല്ലേ അവൻ ആ ഒരു മാല കൊടുത്തത്, ഒരിക്കലും അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്പൊ നിനക്ക് സത്യങ്ങൾ മനസ്സിലായല്ലോ. എന്നിട്ട് സച്ചി ഇപ്പൊ എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയത്തില്ലല്ലോ, അച്ഛനൊന്ന് പോയി അവനെ തിരക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പം രവിക്കാണെങ്കിലും മകൻ ചെയ്ത ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഒരുപാട് അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. മറ്റുള്ളവരെ ഒരു ആപത്തിൽ സഹായിക്കുവാണല്ലോ നമ്മുടെ സച്ചി ചെയ്തത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അച്ഛൻ നമ്മുടെ സച്ചിയെ അന്വേഷിച്ച് സച്ചി ഓട്ടോ ഓടുന്ന ആ ഒരു സ്റ്റാൻഡിൽ ചെല്ലുകയാണ്. അപ്പൊ ചെല്ലുന്ന സമയത്താണെങ്കിലോ സച്ചി ആണെങ്കിലും സ്റ്റാൻഡിൽ തന്നെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരന്റെ കാറിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ ഉറങ്ങുമ്പോഴത്തേക്കിനും സച്ചി മോനേന്നും പറഞ്ഞ് രവി ഇങ്ങനെ വിളിക്കുക. അപ്പൊ ഉടനെ അച്ഛനെ കാണുമ്പോഴത്തേക്കിനും അച്ഛൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുക. ഇനി ആർക്കെങ്കിലും വല്ല വയ്യായിക ഉണ്ടോ, അച്ഛൻ എന്താ വന്നേന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മോനൊന്ന് ഇങ്ങോട്ട് ഇറങ്ങ്, അച്ഛന് മോനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്താ അച്ഛാ, എന്താ ഇവിടെ വരെ വന്നതെന്ന് ചോദിക്കുമ്പം മോനെ അച്ഛൻ ഒരു കാര്യം അറിഞ്ഞു, അശോകന്റെ ഭാര്യയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലേ നീ മാല പണയം വെച്ചത്. ആ കാര്യം അച്ഛൻ ഇന്നാണ് അറിഞ്ഞത്. അയ്യോ അച്ഛൻ, ഞാൻ അതിന് അശോകനങ്കിളിനോട് പ്രത്യേകം പറഞ്ഞതാണ് അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന്. മോനെ ഈ ഒരു വിഷയം കാരണമല്ലേ നീ രേവതിയും തമ്മിൽ പിണങ്ങേണ്ടിയൊക്കെ വന്നത്. അതുകൊണ്ട് അച്ഛൻ അത് അറിഞ്ഞതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. രേവതിയും സത്യങ്ങളെല്ലാം അറിഞ്ഞു, അവൾക്ക് നല്ല കുറ്റബോധമുണ്ട്. എന്തായാലും എന്റെ മോൻ വീട്ടിലേക്ക് വാ എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പൊ ഉടനെ തന്നെ അവൾക്ക് എന്ത് കുറ്റബോധം വരാനാ, അവൾ ഇതുപോലെ തന്നെയാണല്ലോ ചെയ്യുന്നത്. പിന്നെ അച്ഛാ, ഞാൻ മാല തിരികെ അവളുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ കുറച്ച് കഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് എനിക്ക് നല്ല മനസ്സുണ്ട്. എന്തായാലും ഈശ്വരൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാല് എനിക്ക് കടങ്ങളെല്ലാം നിസ്സാരമായിട്ട് തീർക്കാൻ പറ്റും. പിന്നെ അശോകനങ്കിളിനെ എന്ന് പറഞ്ഞാല് എന്റെ അച്ഛനെ കാണുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ഞാൻ കാണുന്നതെന്നും പറഞ്ഞ് ഇവനിങ്ങനെ വലിയ കാര്യത്തിനും സംസാരിക്കുമ്പോൾ നമ്മുടെ സച്ചിയെ കുറിച്ച് ഓർത്ത് അഭിമാനം കൊണ്ട് നിൽക്കുകയാണ് രവി. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് സീനാണ് നാളെ കാണുന്നത്. അപ്പം എല്ലാ കൂട്ടുകാരും കാണുക. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്